നമസ്കാരം. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓരോ ദിവസം കഴിയുന്തോറും ഈ കുട്ടികളുടെ പാട്ട് എല്ലാവരെയും ഒരു വിസ്മയ സന്ധ്യയിലേക്ക് നയിക്കുകയാണ്. എന്താ ഈ കുട്ടികൾ പാടുന്നത്? എത്ര മനോഹരമാണ്! അവരുടെ ഇമ്പ്രൂവ്മെൻറ്റ് ഫാക്ടർ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. തുടക്കത്തിൽ ഉണ്ടായിരുന്ന പോലെയല്ല. ഇപ്പോൾ എല്ലാവരും വാശിയും വീറും അവരുടെ മനസ്സിൽ ഉൾക്കൊണ്ട് അസാമാന്യമായിട്ടുള്ള പെർഫോമൻസാണ് അവർ ഓരോ എപ്പിസോഡിലും കാഴ്ചവെക്കുന്നത്. അഭിമാനമുണ്ട് ഞങ്ങൾക്ക്, നിങ്ങൾക്കും. ഏറെ പ്രതീക്ഷയോടെ നല്ല പാട്ടുകൾക്കായി നമുക്ക് കാതോർക്കാം. തുടങ്ങിയാലോ? പാട്ടിൻ്റെ പൂക്കാലത്തിലെ കുഞ്ഞു ഗായിക ദ്രൗപദി, മലപ്പുറത്തിൻ്റെ പ്രിയപുത്രി. ഏറെ സ്നേഹത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ദ്രൗപദി. ദ്രൗപു, എന്താ സാർ? ദാ എത്തി. ഏത് പാട്ടാ നമ്മളെ പാടുന്നേ? തളിരിട്ട ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. എന്ത് വേണം, റിലാക്സ് ആയിട്ട് പാടാം കേട്ടോ. കാരണം ഒരിക്കലും അത് എങ്ങനെങ്കിലും പാടി തീർത്തിട്ടല്ലേ നമുക്ക് പോയി വേറെ കാര്യങ്ങൾ നോക്കാനുണ്ട്. അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. ഇവിടെ നിന്ന് പാടുമ്പോൾ ശരിക്കും ആ ശ്രുതിയൊക്കെ കേട്ട് ആ സംഗതിയൊക്കെ മേളിൽ പോകുന്ന സംഗതികളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ചേർന്നോ എന്ന് സ്വയം തീരുമാനിക്കണം. അല്ല ഞങ്ങളുടെ മുഖത്ത് ചേർന്നോ എന്ന് ഇടയ്ക്കിടയ്ക്ക് യോജിക്കില്ല. നല്ല സെലക്ഷൻ കിട്ടണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ.
ദ്രൗപു എന്തോ സർ? നന്നായിരുന്നു. താങ്ക് യു സർ. എനിക്ക് പൂർണ്ണമായിട്ട് നന്നായിരുന്നു എന്നെനിക്ക് പറയാൻ പറ്റില്ല. മോള് നന്നായിട്ട് പാടി. താങ്ക് യു സർ. മോള് പാട്ടൊക്കെ പാടിയെങ്കിലും ഈ ജാനകിയമ്മയുടെ ഒരു ഡൈനാമിക്സ് ഉണ്ട്. അത് പൂർണ്ണമായിട്ട് വന്നോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വന്നു. പക്ഷെ എനിക്കിങ്ങോട്ട് ഇനിയും വേണം എന്നുള്ളൊരു തോന്നൽ. മോള് നന്നായിട്ട് പാടി. ശ്രുതി ഇതിൻ്റെ ഒറിജിനൽ ഇതാണോ അതോ കുറച്ചോ? ഹാഫ് നോട്ട് കുറച്ചു. എന്തിന് കുറച്ചു? ഹൈ പോർഷൻ ഹൈ പോർഷൻ പോകത്തില്ലേ? പോവും, പോകും. ഉറപ്പായിട്ട് പോവും. മോളിപ്പം 1.5-ലാണ് പാടിയത്, 2-ല് അതായത് ഡിയില് ഒന്ന് പാടണം. പോകുന്നുണ്ടല്ലോ. ഡി ആണ് ചേരുന്നത്. എനിക്ക് സുഖമായിട്ട് തോന്നി. തളിരിട്ടയും കൂടെ പാടുക, നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. തളിരിട്ട കിനാക്കൾ തൻ താമരമാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല ആ ലാസ്റ്റ് സംഗതി. വിരുന്നുകാരൻ നിന്റെ വിരുന്നുകാരൻ. എനിക്കിതിനാണ് പ്രസൻസ് തോന്നിയത്. ആ വോയിസിൻ്റെ ഒരു റൗണ്ട്നെസ് തോന്നിയ ഇതിനകത്താണ്. മറ്റേ കുറച്ച് ലോ ആയിപ്പോയെന്ന് എനിക്കൊരു സംശയം. മോളെ എന്താ സർ? നന്നായിട്ട് പാടി മോളെ. താങ്ക് യു കാര്യം സർ. എന്തൊരു പാട്ടാണ്. നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് അത് പറഞ്ഞോണ്ടിരിക്കുക. എങ്ങനെ കമ്പോസ് ചെയ്ത് വെച്ചേക്കുന്നത് ഒരു നിവൃത്തിയില്ല. മോള് നന്നായിട്ട് തന്നെ പാടി. എനിക്ക് തോന്നിയ ഒരു കാര്യം, ആ പൂന്നുള്ളി, രണ്ടാമത്തെ പൂന്നുള്ളി കുറച്ചും കൂടെ പെർഫെക്റ്റ് ആകാമെന്ന് തോന്നി. ദാരിരാരിരി മണിദീപം കൊളുത്തിയ മാ, അത് മാ തന്നെയാണ് യഥാർത്ഥത്തിൽ. ആ പ്രതിമധ്യമം തന്നെയാണ്. അപ്പോൾ മേ ബി ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ബാബുക്ക് അങ്ങോട്ട് പിടിച്ചേക്കുന്നത്, അത് കണക്ട് ചെയ്തേക്കുന്നത്. അസാധ്യം. അതാണ് ജീനിയസ്. ഒരു നിവൃത്തിയില്ല. പിന്നെ അത് കഴിഞ്ഞ് വന്ന വിരുന്നുകാരൻ അത്രയ്ക്ക് നല്ല വിരുന്നുകാരനല്ല. അതൊക്കെ ശരിയായിക്കൊള്ളണം മോള് കേട്ടോ, കുറേയും കൂടെ. പിന്നെ ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ രസിച്ച ഒരു എന്താ പറയുന്നത്, നമ്മുടെ ടോപ്പ് ബാൻഡ്. അയ്യോ നിങ്ങളെല്ലാം കെട്ടിപ്പിടിച്ച് വേറൊന്നും പറയാനല്ല. എല്ലാവരും ഒന്നിനൊന്നും ചരണം കഴിഞ്ഞ് വരുന്ന ആ ഒരു അവരുടെ സ്ട്രിങ്സിൻ്റെ ഒരു ലീഡുണ്ട്. ഓ ഒന്ന് വായിക്കാമോ ദേവി, എനിക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി. അവിടെ തന്നെ നിൽക്കുകയാണ് ഇങ്ങനെ. ആ ഒരു സൂപ്പർ ടോപ്പ് സസ്റ്റൈൻ എന്തുമാത്രം അർത്ഥമുണ്ട്. അത് എന്ത് പാടാന്നറിയാം ഒരു കൺട്രോൾ വെച്ച് വായിക്കാൻ. സ്ട്രിങ്സുകാരൻ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ദ്രൗപദി കുട്ടാ, എന്തോ? ബാബുക്കയുടെയും ജാനകിയമ്മയുടെയും ഈ ഒരു കോമ്പിനേഷനിൽ ഈ ഒരു പാട്ട് എപ്പോൾ കേൾക്കുമ്പോഴും കണ്ണീര് വരാതെ ഇത് കേൾക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, എവിടെയോ നമ്മളെ ഹാർട്ടിൽ ഡയറക്റ്റായിട്ട് ടച്ച് ചെയ്യുന്ന ഒരു സോങ് ആണ്. മോളിപ്പോൾ നന്നായിട്ട് തന്നെയാണ് പാടിയിരിക്കണത്. പക്ഷെ ഇതിലും നന്നാക്കാൻ പറ്റും എന്ന് നമുക്കറിയാം. ഡൈനാമിക്സും കൂടെ വരുമ്പോഴത്തേക്ക് വേറൊരു ലോകത്തെത്തും നമ്മൾ. അപ്പോൾ ആ ഒരു ഡൈനാമിക്സ് ഇവിടെ കുറച്ചുകൂടെ വരണമായിരുന്നു എന്ന് എനിക്ക് ചെറുതായിട്ട്, മോൾക്ക് വരും, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡൈനാമിക്സും കാര്യങ്ങളൊക്കെയാണ് കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. ടെക്നിക്കലി പെർഫെക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ ശ്രുതി ശുദ്ധമായിട്ടൊക്കെ തന്നെയാണ് മോള് പാടിയിരിക്കുന്നത്. സംഗതിയും കുറേയൊക്കെ പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് പാടിയിരിക്കുന്നത്. പക്ഷേ ആ ഒരു ഈ പാട്ടിൻ്റെ ഒരു സോൾ ഉണ്ടല്ലോ, അത് കുറച്ചുകൂടെ ഒന്ന് അതിൽ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് പാടണമായിരുന്നു എന്നുള്ളൊരു ചെറിയൊരു സജഷനാണ് എനിക്കുള്ളത്. ഓൾ ദി ബെസ്റ്റ് ദ്രൗപദി കുട്ടാ. താങ്ക് യു. സോ ദ്രൗപു, എന്തോ സർ? we are giving you 98 out of 100. താങ്ക് യു സർ.
സ്വര നിറവൊരുക്കിയ കണ്ണൂരിൻ്റെ പ്രിയ പാട്ടുകാരി വൈഗ. വെൽക്കം വൈഗ. ഹായ് മക്കളെ. ഇതാര് എന്തൊരു സുന്ദരിയായിട്ടാണ് വന്നിരിക്കണേ. ഞാൻ ഈ സീസണൊക്കെ കഴിയുമ്പോ ഇവളെയും കൊണ്ട് പോകും. എവിടെ? ഗാനമേള. മറ്റേ ബീച്ചില്. അത് ബീച്ചിൽ പോകും. അല്ലാതെ തന്നെ ഗാനമേളയ്ക്ക് പോകും. ആഹാ. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഡിബേറ്റ് ഒക്കെ പാടും. മന്ദാര ചെപ്പുണ്ടൊക്കെ അറിയാവോ? പിന്നെ അല്ല ബാക്കി അണ്ണൻ പാടിക്കോ. അത് ബാക്കി ഞാൻ പാടിക്കണം. കുഴപ്പമില്ല. പിന്നെ അതുപോലെ പാട്ടുകളൊക്കെ പാടി നമുക്ക് തകർക്കണം കേട്ടോ. തൽക്കാലം ഏത് പാട്ടാ പാടുന്നത്? ശശികല ചാർത്തിയ ദീപാവലി. അപ്പൊ നല്ലൊരു പാട്ടാണ് മോള് പാടാൻ പോകുന്നത്. അത് ഭരതേട്ടന്റെ പടത്തിലെ ഒരു പാട്ടാണ്. അത് അതിന്റെ സംഗീതം കീരവാണിയാണ്. എന്തായാലും നല്ല സെലക്ഷൻ. ഡാൻസേഴ്സ് ഒക്കെ ഇല്ലേ? പിന്നെ ഇല്ലെങ്കിൽ അണ്ണാച്ചിക്ക് ദേഷ്യം വരും. കാരണം പാട്ട് സെലക്ട് ചെയ്യുമ്പോൾ ഡാൻസ് ഉള്ള സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ബി ഹാപ്പി മോളെ. കാര്യം എനിക്ക് അണ്ണന്റെ സന്തോഷമാണ് മുഖ്യം. മോള് പാടിക്കോ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ശശികല ചാർത്തിയ ദീപാവലയും തനനം 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 നം. നിശയൊരു കാർത്തിക വർണ്ണാഭരണം നം തനനം 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 നം. കളനോപുര ശിഞ്ചിത രഞ്ജിത മേളം തനനനനനനനനനം. തൊഴു കൈത്തിരി നെയ്ത്തിരി വിടരും യാമം തനനനനനനനനം. വരമരുളു പൊരുളും ഉയരും ഉണരും ദേവി തനനം തനനം നം 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 നം. തനനനം തനാനനനം തനനനം തം തനനനം തനാനനനം തനനനം തം തനനനം തനാനനനം തനനനം തം തനനനം തനാനനനം തനനനം. വരലക്ഷ്മി കോലം വരയുന്ന നേരം തളിരിളം ചുണ്ടിൽ ഉയരുന്ന മന്ത്രം. കാർത്തികരാവിൻ കന്മദഗന്ധം ചാർത്തി ദേവി നാമൊരുക്കി. താരണി താഴ്വര ചിരി തൂകി തഴുകി ഒഴുകി ഈണം തെന്നൽ. പഞ്ചമരാഗം സഞ്ചിത താളം നിൻ കാൽച്ചിലങ്കകൾ
നമ്മളെ ഈ പാട്ട് വിശേഷ ദിവസങ്ങൾ, അതായത് കാർത്തിക, ദീപാവലി അതുപോലുള്ള വിശേഷ ദിവസങ്ങളിൽ ചിരാതൊക്കെ ആയിട്ട് ഇങ്ങനെ കുട്ടികൾ വരുന്നതും ഈ പാട്ട് മിക്കവാറും ആ സമയത്ത് ടി വിയിലൊക്കെ ഇടാറുണ്ട്. മോസ്റ്റ് പോപ്പുലർ സോങ് ആണ് അത്. അതിമനോഹരമായിട്ട് പിക്ചറൈസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഭരതേട്ടൻ. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ലെങ്കിലും അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒരു 1.5 കാര്യങ്ങളാണ് എല്ലാ പടങ്ങളും, അദ്ദേഹത്തിന്റെ എല്ലാ ചിത്രങ്ങളും. മോള് നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. പക്ഷെ ഒരു ഇതിനകത്ത് ഈ വരലക്ഷ്മി കോലമില്ലേ, അവിടെ കുറച്ച് ലോ ആണോ, ഓർക്കസ്ട്രയുടെ കൂടെ വരുമ്പോൾ ഒന്നും കേൾക്കുന്നില്ല, അതാണ്. പിന്നെ കന്മത, ഈ അക്ഷരങ്ങള് ഗന്ധം, കളഭാഭിഷേകം, ആ മോൾ ആദ്യം കളഭാഭിഷേകം എന്ന് പാടി, പിന്നെ അതിനപ്പുറത്ത് വരുന്ന കനകാഭിഷേകം കൃത്യമായിട്ട് പാടി. അതാണ് എനിക്ക് അതിശയം തോന്നിയത്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 1-2 കാര്യങ്ങൾ, മോളുടെ എക്സ്പ്രഷൻ വാസ് വെരി നൈസ്. അതായത് അവിടെയൊക്കെ ഉണ്ടല്ലോ ഹസ്കി ആയിട്ട് കൊടുത്ത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം അത് ചില കുട്ടികൾക്ക് എത്ര പഠിപ്പിച്ചാലും വരുന്നൊരു കാര്യമില്ല, അത് സ്വയം വന്നാലേ പറ്റത്തുള്ളൂ. സ്വയം കേട്ട് പഠിക്കുന്നതാണത്. കുറെ നല്ല പോർഷൻസ് ഉണ്ട്. 1-2-3 സ്ഥലത്ത് ഇങ്ങനത്തെ ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. എന്നാലും ടോട്ടലി ഡാൻസേഴ്സും ഒക്കെ ആയിട്ട് ചേർന്ന് വന്നപ്പം ഇറ്റ് വാസ് ക്വൈറ്റ് നൈസ്. നന്നായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. കാര്യം മൊത്തത്തിൽ ഇത് എന്താ പറയണ്ടേ, കാണാനും കേൾക്കാനും നന്നായിരുന്നു. എനിക്ക് ആകെ തോന്നി ഇപ്പൊ എം ജെ അണ്ണൻ പറഞ്ഞ പോലെ വരലക്ഷ്മി കോല അതൊരു സ്റ്റഡി ആയില്ല മോളെ, ഒരു കൃത്യമായിട്ടൊരു ശക്തിക്കുറവ് തോന്നി അവിടെ കേട്ടോ. അതിൽ കുറേ കൂടെ കൺട്രോൾഡ് ആയിട്ട് വരലക്ഷ്മി കോലം വന്നിരുന്നത് നല്ലതായിരുന്നു. ഉഗ്രം കോലമായിരുന്നു ഞാൻ. അത്രേ ഉള്ളു മകളെ, എന്തൊക്കെയാലും നന്നായിരുന്നു. ലവ് യു മുത്തേ. വൈകക്കുട്ട, എന്തോ മാം, ഈ പാട്ട് കേട്ടപ്പോൾ ഞാൻ കുറെ വർഷങ്ങൾ പുറകോട്ട് പോയി. ഇത് സ്കൂൾ ടൈമിൽ ആൻറ്റി സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇറങ്ങുന്ന പാട്ടാണ്. എന്ത് ഫംഗ്ഷൻ വന്നാലും, ദീപാവലി അല്ല, ഓണം അല്ല, വിഷു അല്ല, എന്ത് വന്നാലും ഈ പാട്ടെടുത്ത് കൊറിയോഗ്രാഫി ചെയ്യുക, ഡാൻസ് ചെയ്യുക, ഇതായിരുന്നു പരിപാടി നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ. മോള് പാടിയത് എനിക്ക് കുറേയൊക്കെ നല്ല രസമായിട്ട് ഉണ്ടായിരുന്നു, വളരെ ഇഷ്ടപ്പെട്ടു. പല പോർഷൻസും പല്ലവിയൊക്കെ നല്ല സ്റ്റഡി ആയിട്ട് ഭംഗിയായിട്ട് പാടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അനുപല്ലവിയൊക്കെ വന്നപ്പോഴാണ് ചെറുതായിട്ടൊന്ന് എന്തോ ഒരു ഗ്രിപ്പ് പോയ മാതിരി, അവിടെ എവിടെയൊക്കെ ചെറിയ സ്ലിപ്സ് വരാൻ തുടങ്ങി. പല്ലവിന്റെ അത്ര ഒരു സുഖം ഉണ്ടായിരുന്നില്ല അനുപല്ലവി. ഇപ്പൊ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. We are giving you 99 out of 100. താങ്ക് യു. മനസ്സിന്റെ ലോലതന്ത്രികളിൽ ഭാവലയ താളങ്ങൾ ഒരുക്കാനെത്തുന്നു നമ്മളുടെ സ്വന്തം യാസിൻ. വെൽക്കം യാസിൻ. നന്നായിരിക്കും കേട്ടോ പോസ്റ്റ്. താങ്ക് യു സാർ. മുഖം കണ്ടിട്ടൊരു പ്രേമ ലക്ഷണം. പ്രേമൊന്നുമില്ല, ഒരു ശ്രുതി ഇവിടെ മുഴുവൻ ഇങ്ങനെ കടന്ന് കറങ്ങി കേൾക്കുന്നുണ്ടായിരുന്നു. ഒരു പ്രേമം. പാടുന്ന പാട്ടും അതുപോലെ തന്നെ ഒരു ആണോ? അതാണ് അത് തന്നെ അല്ലേ? ഇത് ആർക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്ന മോനെ? ഇത് ഞാൻ സത്യം പറയണേ, ഞാൻ എൻ്റെ ഉമ്മച്ചിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. വെരി ഗുഡ് മക്കളെ, വെരി ഗുഡ്, വെരി ഗുഡ്. എൻ്റെ ഓർമ്മയിൽ ഈ പാട്ട് റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് ശാരദാലയം എന്നൊരു വീടുണ്ട്. അപ്പോൾ ഈ ശാരദാലയത്തിലെ അമ്മയുണ്ട് അവിടെ. അപ്പോൾ അവിടെ പോയി പാടിക്കഴിഞ്ഞാൽ എനിക്ക് ഉടനെ തന്നെ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, മധുരമുള്ള കേക്കോ എന്തെങ്കിലും ബിസ്ക്കറ്റോ എന്തെങ്കിലും കുറച്ച് തരും. അത് കാരണം ഞാൻ കൃത്യം 3:30 ആകുമ്പോഴത്തേക്ക് ഞാൻ അവിടെ പോയി പാടും. ചെന്നിട്ട് എൻ്റെ സ്വപ്നത്തിൻ താമരപ്പൊയ്കയിൽ വന്നിറങ്ങിയ രൂപവതി, നീലത്താമരമിഴികൾ തുറന്നു നിന്നെ നോക്കി നിന്നു, ചൈത്രം നിന്റെ നീരാട്ടു കണ്ടു നിന്നു. എന്താണ് ആ കേക്ക്? അപ്പം തകർക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. ലവ് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം.
ചിന്തതൻ നിന്റെ സാനനവനത്തിൽ തന്നു ചേർന്നൊരു വനമോഹിനി. പ്രേമചിന്തതൻ ചിന്തതൻ ദേവനന്ദനത്തിൽ പൂമരങ്ങൾ പൂത്തരാവിൽ നിന്റെ നർത്തനം കാണാനൊരുങ്ങി നിന്നെ കാത്തു നിന്നു ചാരി നീലാകാശവും താരകളും. ആ ആ ആ ആ എന്റെ സ്വപ്നത്തിൻ താമരപ്പൊയ്കൈ വന്നിറങ്ങിയ രൂപവതി നീലത്താമരമിഴികൾ തുറന്നു നിന്നെ നോക്കി നിന്നു ചൈത്രം നിന്റെ നീരാട്ടു കണ്ടു നിന്നു. യാസീൻ സാർ നല്ല അറ്റംപ്റ്റ് ആണ് കേട്ടോ. കാരണം ഈ പാട്ടിന് ഒരുപാട് ഭാവങ്ങളുണ്ട്. മറ്റേ എസ്പെഷ്യലി ആ ആ അവിടെയൊക്കെ ഒരു ചെറിയൊരു ഫീലും കട്ട്സൊക്കെ ഉണ്ട്. ഓ. അവിടെയൊക്കെ മോന് ശ്രുതി കുറച്ച് ചേർന്നിട്ടില്ലായിരുന്നു. അതൊക്കെയാണ് എൻ്റെ പ്രശ്നം. പിന്നെ മെയിനായിട്ട് മോൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അക്ഷരം. താമര എന്നുള്ളതിൻ്റെ സ്ഫുടത അതിനകത്ത് വന്നില്ല. അതുപോലെ എൻ്റെ ഭാവന രസലവനത്തിൽ വന്നു ചേർന്നൊരു റാ. വർണ്ണസുന്ദരമ താലങ്ങളേന്തി ആ. വന്യപുഷ്പജാലം ആ. നിരയായി നിന്നെ ആ. വരവേൽക്കുവാനായി മിടുകൻ കാത്തുനിന്നു. മിടുക്കൻ. പിന്നെ ആ പ്രേമചിന്ത അത് സാരമില്ല, ഒന്നും വലിയ കുഴപ്പമുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. മക്കളെ, സാർ ചക്കരെ, സാർ എൻ്റെ പ്രിയപ്പെട്ട മഷ്റൂമേ, മക്കളെ നല്ല പാട്ട്. മോനെ എൻ്റെ വിഷ്വൽ കണ്ടുണ്ടോ? ഓ ഓ, എന്തായിരുന്നു സംഭവിച്ചത്? ഒരു പെൺകുട്ടി അങ്ങോട്ട് നടന്നു പോകുന്നു, ഒരു ആൺകുട്ടി ഇങ്ങോട്ട് പോകുന്നു, അങ്ങനെയാണോ? കേക്കട്ടെ. വിഷ്വലി കണ്ടിട്ടില്ല. കള്ളൻ. ഇത് ആരാ പാടി അഭിനയിക്കുന്നതെന്നറിയോ ഈ ഫിലിമില്? നസീർ സാറാ? എടാ നീ പോടെ. അല്ല സോറി സാർ, മാറിപ്പോയതാ. ഇത് പാടി അഭിനയിക്കുന്നത് ആരാ? നമ്മുടെ പ്രിയപ്പെട്ട ദാസേട്ടൻ. ആ ദാസ് സാർ. ആ, അത് കാണണം കേട്ടോ. ഓ. അദ്ദേഹം പാടി കലക്കിയിട്ടുണ്ട്. ആവത് കാലത്ത് മുഖം ഇപ്പോൾ ഉള്ള മുഖമല്ല, ഓ. വേറൊരു ഇനിയും സുന്ദരനായിട്ടുള്ള ഒരു ദാസേട്ടനെ കാണുക കേട്ടോ മക്കളെ. അതുപോലെ ഈ രൂപവതി മോൻ പാടുന്നത്, ആ മോനൊന്ന് പാടാമോ? രൂപവതി ആ എക്സ്പ്രഷൻ ഒന്ന് പാടിയേ. സെക്കൻഡ്. വന്നിറങ്ങിയ രൂപവതി ആ തീ 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 എന്നാക്കിയ രൂപവതിയല്ല, അരൂപവതി, അത് വിരൂപയാ മക്കളെ. അതുപോലെ എൻ്റെ ഭാവന അത് നിർത്തിയത് നിനക്ക് മനസ്സിലായല്ലോ. ശ്രുതി ഒട്ടും ചേർന്നിട്ടില്ലെന്ന്, വല്ലാണ്ട് ഷാർപ്പായി പോയെന്ന്. അതോന്നി. എനിക്കൊരു കാര്യം സത്യം പറയാനുണ്ട്, പറയട്ടെ? ഓ. നിന്നെ കാണാൻ ഒരു സുന്ദരനാണ് താങ്ക് യു നീ. സാർ. ഒരു ഞാനും കള്ളം പറയൂ. ശരി മക്കളെ, ഇതൊക്കെ കൊള്ളാം. യാസിൻ കുട്ടാ, മാം എനിക്കിന്ന് മെയിൻലി തോന്നിയിട്ടുള്ളത് ലിറിക് ക്ലാരിറ്റി കുറച്ചുകൂടെ വരായിരുന്നു എന്ന് തോന്നി. അതൊന്ന് ശ്രദ്ധിക്കണേ. ഓ. പിന്നെ നല്ല നല്ല സുഖം ഉണ്ടായിരുന്നു യാസിൻ്റെ വോയിസ് കേൾക്കാൻ. നല്ല സുഖമായിട്ട് സൂതിങ് ആയിരുന്നു കേൾക്കാനായിട്ട്. പിന്നെ എനിക്ക് ബേസിക്കലി തോന്നിയ ആലാപില്ലേ, അത് കുറച്ചുകൊണ്ടൊന്ന് ഡൈനാമിക്സ് ഒക്കെ കൊടുത്ത് ജസ്റ്റ് നോട്ട്സ് ടച്ച് ചെയ്ത് പോകുന്നതല്ലാതെ അതിലൊരു കുറച്ചൊരു ലൈഫ് കൊണ്ടുവന്ന നല്ലതായിരിക്കും എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. So we are giving you 97 out of 100. താങ്ക് യു സാർ. കുഞ്ഞു പാട്ടിന്റെ മധുരവുമായി എത്തുന്നു. ആരാണെന്ന് പറയാമോ? മധുരമല്ലേ? ഞാൻ ഒരു ക്ലൂ ആ. തരാം. ഇലക്ട്രിസിറ്റിയാണ്. ആ പിന്നെന്തോന്നാ? ആ. വൈദ്യുതി. No. വൈദ്യുതി. Yes. അസ്സലാമു അലൈക്കും. ഇതാരാ ഇത്? അണ്ണാ അധികം പറയരുത്. റസിയ. ക്ലാസ്മേറ്റ്സ് എന്നുള്ള പടത്തിലെ റസിയാണ്. ആ ഓ, ഏത് പാട്ടാ പാടുന്നേ? എന്റെ ഗൾഫിലെ വെണ്ണിലാന്ന്.
എന്റെ എന്റെ ഗൾഫിലെ ഗൾഫില് എന്റെ ഗൾഫിലെ വെണ്ണിലാവ്. എന്റെ കൽബിലെ വെണ്ണിലാവു നീ. അങ്ങനെ തെളിച്ചു പറ. ആ. നമ്മൾ കേട്ട എന്റെ ഗൾഫിലെ വെണ്ണിലാവു നീ. അല്ല സർ, ഇത് നമ്മുടെ ദ്യുതിക്കുട്ടി തന്നെയാണോന്ന് എനിക്കൊരു ആണോ? ഡൗട്ട് ഉണ്ട്. ആ, പാടി, റസിയ വേഷത്തിൽ അറിയാമോ? ഇപ്പൊ വേറെ ആരെങ്കിലും ആണോ? പാട്ട് പാടി കഴിഞ്ഞിട്ട് വേണ്ട, പാട്ട് പാടുമ്പോഴേ മനസ്സിലാവും. ഞാൻ ഇത് മാറ്റിക്കോളാം കേട്ടോ. എന്നാ പാട്. അപ്പൊ എന്റെ കൽബിലെ വെണ്ണിലാവിലെ ചന്ദ്രലേഖയല്ലേ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. എന്റെ കൽബിലെ വെണ്ണിലാവു നീ, നല്ല പാട്ടുകാരാ.
ഓഹോ. അസലായിരുന്നു കേട്ടോ. നന്നായിട്ട് പാടി, നല്ല കോസ്റ്റ്യൂം. മോളെ ഇതിൽ കാണാൻ നല്ല മുട്ടായി പോലുണ്ട്. വെരി ബ്യൂട്ടിഫുൾ. താങ്ക് യു. നല്ല രസമായിട്ടുണ്ട് കാണാൻ. ആ ഇവാൻ കുട്ടൻ്റെ മുമ്പിൽ എങ്ങും പോയി ചാടരുത്, എനിക്ക് അത്രേ പറയാനുള്ളൂ. പാട്ടൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. താങ്ക് യു. അവനെ അറിയാമല്ലേ? അറിയാം. ആ, ആ, അവൻ പറഞ്ഞു, സംസാരിച്ച വല്ലതും വന്നു? ഇന്ന് സംസാരിച്ചില്ല. ഇന്നെന്നുള്ളതല്ല, നേരത്തെ. ഒന്നും ചോദിച്ചിട്ടില്ല, സംസാരിച്ചിട്ടുണ്ട്. ആ അതെ, അതെന്തായിരുന്നു? അത് എം ജി അങ്കിളിന് ഇവാൻ അങ്കിളിനോട് തന്നെ ചോദിച്ചോ. ഇവാൻ അങ്കിളോ? ദൈവമേ, അവനെ അങ്കിളെന്ന് വിളിച്ച് കേട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അവൻ്റെ കയ്യിൽ കുറുവടിയുണ്ട്. കുറുവടി. ആ കുറുവടി എന്ന് പറഞ്ഞ ചെറിയ ഇത്ര നീളത്തിലുള്ള ഒരു വടിയുണ്ട്. അത് വെച്ചൊരു കീറ് തരും, പറഞ്ഞേക്കാം. ഞാനതാ കുടിച്ചു കളയും. അവള് ഭയങ്കര നമ്മൾ വിചാരിച്ച കൂട്ടത്തിൽ നാച്ചി പിടി. മക്കളെ എന്തോ മനോഹരമായിട്ട് പാടി മോളെ. Thank കേട്ടോ, you. നല്ല ചന്തം ഉണ്ടായിരുന്നു മക്കളെ ഒന്ന് പാടുന്ന കാണാനും. പക്ഷെ അതൊക്കെ അവിടെ നിൽക്കട്ടെ, പാടിയത് എന്തൊക്കെയാലും നന്നായി പാടി. ഈ എം ജി അങ്കിളിനെ വിട്ടേക്ക്, ശരത് അങ്കിളുടെ അടുത്ത് പറ. ഇവാൻ എന്താ പറഞ്ഞ മക്കളുടെ അടുത്ത്? എനിക്കറിയത്തില്ല. പറയാനല്ലോ, എന്റെ അടുത്ത് പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ. എന്താ എന്തൊക്കെയോ പറഞ്ഞു. ഒരെണ്ണം അണ്ണാച്ചി ഒരെണ്ണം പറയടാ. പറഞ്ഞു, പക്ഷെ എനിക്കത് ഓർമ്മയില്ല. എനിക്കറിയാം അവൻ പറഞ്ഞത്. എന്താ പറഞ്ഞേ? കൺമണി അൻപോട് കാതലൻ ഞാൻ എഴുതും കടിതമേ. അല്ല, ഈ പാട്ട് തന്നെ ഇതാ എല്ലാ ഇപ്പൊ ട്രെൻഡി. ഇപ്പൊ അവൻ എല്ലാ പെൺപിള്ളാരും കാണുമ്പോ ഇതാ പാടുന്നത്. മക്കളുടെ അടുത്ത് പാടിയോ? ഇല്ല. ചേട്ടാ നമുക്ക് ഇതിന്റെ അച്ഛന്റെ അടുത്ത് മൃദുല എന്ന് പിടി. അച്ഛനാ നല്ലത്. ദ്യുതിക്കുട്ടി, നമുക്ക് അതൊന്നും സംസാരിക്കാം. നമുക്ക് പാട്ടിന്റെ കാര്യം സംസാരിക്കാം അല്ലേ? നമ്മളിപ്പോ പാടാനല്ലേ വന്നിരിക്കണേ? അതെ, പാട്ടിന്റെ കാര്യം പാടാൻ മാത്രമല്ല ഞാൻ ഇന്ന് വന്നത്. പിന്നെ പിന്നെ എന്തിനാണ് എന്താണ് കഥ പറയാനും കൂടിയാ വന്നേ. കഥ കേക്കട്ടെ മോളെ. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കഥയുടെ പേരാണ് കുന്തം. ആ എം ജി അങ്കിളും ശരത് അങ്കിളും ദേവി ഇത് ടോക്കെ കയറി ഇവിടെ വെക്കല്ലേ. ഞങ്ങൾ തോക്കിനകത്ത് കയറി വെടിവെക്കും, തോക്കെ കയറാറില്ല. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കഥയുടെ പേര് ആമയും അമ്മക്കുരുവിയും. ആമയും മുയലും. ആമയും മുയലും അല്ല, അത് വേറെ കഥ. അപ്പൊ ഇതേത്? ആമയും അമ്മക്കുരുവിയും. ആ ഓക്കെ, എന്നാ പറയട്ടെ. അമ്മക്കുരുവി. ആമയും അമ്മക്കുരുവി. അതാ നോക്കൂ, ഒരു കടുങ്കാട്. ഞാനാണോ? മൃദുല അതെ അതെ, അതാ നോക്കൂ, ഒരു കൊടും കാട്. സാരിയെ ആ കൊടുത്തിരിക്കുന്നു. കാടിന്റെ നടുക്ക് ഒരു പുഴ. ഒരു പുഴ. ഞാൻ ആ പുഴയിൽ ആരാണ് താമസിക്കുന്നത്? ആരാണ്? എം ജി അണ്ണൻ. നമ്മുടെ ആമച്ചേട്ടൻ തന്നെ. അതാരാ? ഞാൻ. അതായത് ഒരു കാട്, അതിന്റെ നടുക്കൊരു പുഴ, അവിടെ ഒരു ആമച്ചേട്ടൻ. ഇനി നീ പുഴയിലും തീരത്തുമായി അവൻ കളിച്ചുല്ലസിച്ച് കഴിഞ്ഞിരുന്നു. കളിക്കട്ടെ. അങ്ങനെ ഇരിക്കെയാണ് പുഴയുടെ തീരത്തുള്ള ഒരു മരത്തിൽ ഒരു കുരുവി കൂട് കൂട്ടുന്നത് അമ്മ കണ്ടത്. ചെയ്തോട്ടെ. അവിടെ താമസവും തുടങ്ങി. അച്ഛൻ കുരുവിയും അമ്മക്കുരുവിയും തന്റെ 3 കുഞ്ഞിക്കുരുവികളുമൊക്കെയായി അവിടെ സന്തോഷത്തോടെ കഴിഞ്ഞു വന്നു. കഴിഞ്ഞു. ആമയും അമ്മക്കുരുവിയും പെട്ടെന്ന് തന്നെ ചെങ്ങാത്തത്തിലായി. ദിവസവും പുഴക്കരയിലിരുന്ന് അവർ സംസാരിക്കുമായിരുന്നു. ഓ, ദിവസവും. അങ്ങനെ ഒരു ദിവസം സംസാരത്തിനിടയിൽ ആമ പറഞ്ഞു, ആ നിനക്ക് വീടുണ്ടാക്കാൻ എന്തൊരു ബുദ്ധിമുട്ടാണ്. ഉണങ്ങിയ ചെറിയ കമ്പുകളും ഇലകളും നാരുകളും ഒക്കെ ശേഖരിക്കാൻ തന്നെ ദിവസങ്ങൾ വേണ്ടി വരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് വീടുണ്ടാക്കി കഴിയുമ്പോഴോ അത് കാണാൻ ഒരു ഭംഗിയുമില്ല. മാത്രമല്ല മേൽക്കൂരയൊന്നും ഇല്ലാത്തോണ്ട് മഴ പെയ്താൽ നനയുകയും ചെയ്യും. അമ്മ പറഞ്ഞത് കേട്ട് അമ്മക്കുരുവി ഒന്ന് ചിരിച്ചു. എന്നാൽ അമ്മ വീണ്ടും പറഞ്ഞുകൊണ്ടേയിരുന്നു, എനിക്ക് വീടുണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്റെ പുറന്തോട് തന്നെയാണ് എന്റെ വീട്. മഴ പെയ്യുമ്പോൾ ഞാൻ അതിൽ അഭയം തേടും. അകത്തോട്ടും കയറും. അമ്മ പറഞ്ഞത് കേട്ട് അമ്മക്കുരുവി പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്. എന്റെ വീട് കാണാൻ ഭംഗിയില്ലാത്തതാണ്. മഴ പെയ്താൽ നനയുകയും ചെയ്യും. പക്ഷേ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഈ വീട്ടിൽ ഞാൻ മാത്രമല്ല താമസിക്കുന്നത്. ഞാനും എന്റെ 3 മക്കളും അവരുടെ അച്ഛനും ഉണ്ട്. നിനക്ക് നിന്റെ പുറന്തോട് വീട് പോലെ അഭയം തരും. പക്ഷേ അതിൽ നിനക്ക് മാത്രമേ കഴിയാൻ സാധിക്കൂ. അമ്മക്കുരുവിയുടെ വാക്കുകൾ കേട്ട് ആമ ഒരു നിമിഷം ചിന്തിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ പറഞ്ഞതെല്ലാം ശരിയാണ്. എന്നോട് ക്ഷമിക്കൂ. ഒരു വീടുണ്ടാകുക എന്നതല്ല പ്രധാനം. ആ വീട്ടിൽ എല്ലാവർക്കും സന്തോഷത്തോടെ ഒരുമിച്ച് കഴിയാൻ സാധിക്കുക എന്നതാണ് പ്രധാനം. സൂപ്പർ. അല്ല, അങ്ങനെ ആമയ്ക്ക് വീടിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകളെല്ലാം മാറി. ആമയും അമ്മക്കുരുവിയും ഒത്തിരി കാലം അവിടെ സന്തോഷത്തോടെ കഴിഞ്ഞു. ഇന്ന് കിട്ടുന്ന കുടപാഠം എന്താണ്?
എന്താണ് ഇതിന് കൊലപാതകം കിട്ടുന്ന ഗുണപാഠം എന്താണ്? 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 ഒന്നുമില്ല. ആമയുടെ അടുത്ത് ആമ കുളത്തിൽ കിടന്നു. ആമയുടെ അടുത്ത് വീട് വെക്കരുത്. എനിക്ക് കിട്ടിയ ഗുണപാഠം അതാണ്. ഏകാന്തമായ ഒരു മാളികയേക്കാൾ നല്ലത് എല്ലാരും സന്തോഷത്തോടെ ഒരുമിച്ച് കഴിയുന്ന ഒരു കുടിലാണ്. അപ്പൊ കുരുവി കെട്ടിയത് കുടിലായിരുന്നു. പറഞ്ഞത് മുഴുവൻ ഒരുമാതിരി വെള്ളത്തിലായി കാണുന്നു അല്ലേ? ഉം. പക്ഷെ മോളെ നല്ല ഗുണപാഠമാണ്. വെരി ഗുഡ് കേട്ടോ. അപ്പൊ മോളും നന്നായിട്ട് പാടി. ഇനി ആ മോടെ കൂട്ടിനകത്തോട്ട് മോള് പോയി കേറുക. ഓക്കെ, അടി ഉണ്ടാക്കരുത്. ആദ്യ ഒരു ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ പുകരേ. Thank you. ഞാൻ പോവാണേ. സന്തോഷം. എന്ത് പറഞ്ഞാലും നമ്മുടെ കുഞ്ഞുങ്ങൾ അവരുടെ പാട്ട് അതാണ് അണ്ണ അൾട്ടിമേറ്റ് ആയിട്ടുള്ള അനുഭവം. നമ്മളൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല ആ കുഞ്ഞുങ്ങളൊക്കെ ഇത്രയും വലിയ ലെവലിൽ പെർഫോം ചെയ്യുമെന്നും. അപ്പോൾ അത് തന്നെ സന്തോഷം. അപ്പം നിങ്ങൾക്കും അതേ അനുഭവം തന്നെ ആയിരിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. നമ്മൾക്ക് നാളെ ഇതേ സമയം കാണാം അതിമനോഹരങ്ങളായിട്ടുള്ള കുറേ പാട്ടുകളുമായിട്ട്. അതുവരെ ഗുഡ് നൈറ്റ്.